പണ്ട് മുതലേ കേൾക്കുമല്ലോ ലാലേട്ടനെ പറ്റിയിട്ട്, ലാലേട്ടൻ അങ്ങനെയാണ്, അത് ഭയങ്കര സാധാരണ. പക്ഷെ അതൊന്നും തള്ളല്ല എന്ന് നമുക്ക് നേരിട്ടുള്ള ഇന്ററാക്ഷനിലാണ് മനസ്സിലാവുന്നത്. പ്രകാശ് വർമ്മയുടെ അഭിനയം നേരിട്ട് കണ്ട ഒരാളും കൂടെയാണ്, കാരണം അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ കൂടിയാണ്. സാറിന് ആക്ച്വലി എന്റെ കൂടെ ഉള്ള സീനിൽ സാറിന് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. കാരണം എന്നെ ടോർച്ചർ ചെയ്യുന്നൊരു അദ്ദേഹത്തിന്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമോ കണ്ടപ്പോൾ സാറ് പറയും എനിക്കും പ്രായമുള്ള മക്കളെ കണ്ടപ്പോൾ സാറിനൊരു ടെൻഷനായിരുന്നു. ജോർജ് സാറ് മൂലമാവാം അമ്മ മരിച്ചതെന്നും ഒരു ഡേറ്റിൽ നമുക്കുണ്ട്. അതെ അതെ, തരഞ്ചേട്ടൻ അമ്മയെന്ന് വിളിക്കണം എന്നോട് പറഞ്ഞു. അപ്പോൾ അതിലൂടെ അവർക്കത് കൺവേ ആവണം, ശോഭന മാമിന്റെ ക്യാരക്ടറിന് കൺവേ ആവണം എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ദുരഭിമാനക്കൊലയാണല്ലോ. അതെ അതെ അതെ. എനിക്ക് തന്നിരുന്ന റെഫറൻസ് അവർ എഴുതിയപ്പോഴും സുനിൽ ചേട്ടനോ തരഞ്ചേട്ടനൊക്കെ എഴുതിയപ്പോഴും അവർ മനസ്സിൽ കണ്ടിരുന്നത് കോട്ടയത്തെ കെവിനും മീനും ആ ഒരു ഇൻസിഡന്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് ഫസ്റ്റ് നറേഷൻസ് തന്നെ അത് തന്നിരുന്നു. പവിക്കെല്ലാം അറിയാം. പവി ആക്ച്വലി അതിൽ പറയുന്നുണ്ട് അമ്മയോട് ചെയ്തത് എന്താണ് എന്ന് അറിയാമെന്ന് പറയുന്നുണ്ട്. ദേഷ്യത്തിലാണ് അടിച്ചത്, പിന്നീട് അവനെ ശ്വാസം പിടിച്ച് കൊല്ലുമായിരുന്നല്ലോ. അപ്പൊ അത് തന്നെയാണ് അതിന്റെ കാരണം. എനിക്ക് ശരിക്കും മുകുന്ദനുണ്ണി വന്നതിന് ശേഷം തെറിയല്ല അല്ലെ അങ്ങനത്തെ സംഭാഷണം വരുന്ന ഒരു ക്യാരക്ടറുള്ള സിനിമകൾ 2-3 വന്നിട്ടുണ്ട്. കാരണം അപ്പൊ ആൾക്കാർക്ക് തോന്നുമല്ലോ ഓക്കെ ഇവൾക്ക് ഇത് പറയാൻ കുഴപ്പം, ഇവൾക്ക് തെറി പറയാൻ കുഴപ്പമൊന്നുമില്ല, ഇവളെന്തും പറഞ്ഞോളൂ എന്നൊക്കെ തോന്നിയിട്ട് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്.